ഹലോ ഗൈസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹിന്ദു മാരേജ് ആക്റ്റിലെ ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ട് ആയിട്ടുള്ള അഡൾട്ടറി ആണ്. അഡൾട്ടറി സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് ഐ ആണ്. ഇതിൽ അഡൾട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവഹിതം, വ്യഭിചാരം അങ്ങനത്തെ കേസുകളാണ്. അതായത് അഡൾട്ടറി എപ്പോഴും ഹിന്ദു മാരേജ് ആക്റ്റിലെ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് ഐ പ്രകാരം ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണെന്ന് അറിയാം. അപ്പോൾ അഡൾട്ടറി എന്നാൽ വിവാഹം കഴിഞ്ഞ ശേഷം ഒരു മാരിഡ് പേഴ്സൺ തൻ്റെ സ്പൗസ് അല്ലാതെ മറ്റൊരാളുമായി സ്വന്തം ഇഷ്ടപ്രകാരം സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വേറൊരു വുമണിനെ ചെയ്യുന്നത് അഡൾട്ടറിയാണ്, വൈഫ് വേറൊരു മാനിനെ ചെയ്യുന്നത് അഡൾട്ടറിയാണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ടറി എന്നാൽ മാരിഡ് പേഴ്സണും സ്പൗസും അല്ലാത്ത വേറെ ഒരാളും തമ്മിൽ വോളണ്ടറി സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഓൾഡ് ലോ പറയുന്നത്, ഓൾഡ് ലോയിൽ ഈ ആക്ട് പറഞ്ഞത് ലിവിങ് ഇൻ അഡൾട്ടറി ഇത് പ്രൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഗിൽട്ടി സ്പൗസ് തുടർച്ചയായിട്ട് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലാണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യുന്നത് വളരെ കഷ്ടമായിരുന്നു. അപ്പോൾ ഒരു തവണ മാത്രം എക്സ്ട്രാ മാരിറ്റൽ സെക്സ് ഉണ്ടായാൽ ജുഡീഷ്യൽ സെപ്പറേഷൻ കിട്ടും, പക്ഷെ ഡിവോഴ്സ് കിട്ടില്ല. ന്യൂ ലോയിൽ പറയുന്നത്, ഈ ലോ വന്നത് ലേറ്റർ ആയിട്ടാണ് അമെൻഡ് ചെയ്തത്. ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് സ്പൗസ് അല്ലാതെ വേറെ ഒരാളുമായിട്ട് ഒരു വോളണ്ടറി സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായാൽ മതി ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ. കണ്ടിന്യൂസ് അഡൾട്ടറി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇനി എക്സാമ്പിളാണ്, സപ്പോസ് എ ബീനെ മാരേജ് ചെയ്തു, പിന്നെ എ സി സീനെ മാരേജ് ചെയ്തു. സെക്കൻഡ് മാരേജ് വോയിഡാണ് നമുക്കറിയാം, കാരണം ഫസ്റ്റ് സ്പൗസ് എലൈവ് ആണ്. എന്നാൽ എ സിയുമായി സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്ത് അത് അഡൾട്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് ബിക്ക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് കേസാണ് സുബരാമ വേഴ്സസ് സരസ്വതി. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് അർദ്ധരാത്രി കഴിഞ്ഞ് വീട്ടിൽ വന്നു, ബെഡ്റൂമിലെ വൈഫിനെ വേറൊരാളുടെ കൂടെ കണ്ടെത്തി. അതിന് ഇന്നസെൻ്റ് എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ കോർട്ട് പറഞ്ഞു സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് നോക്കി അഡൾട്ടറി ഇൻഫർ ചെയ്യാം, അതുകൊണ്ട് ഡിവോഴ്സ് അലോ ചെയ്തു എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞ കേസാണ് ചന്ദ്രമോഹിനി വേഴ്സസ് അവിനാഷ്. അതായത് ഒരു ഡിസ്റ്റൻറ്റ് മെയിൽ റിലേറ്റീവ് വൈഫിനെ എപ്പോഴും പല ലവ് ലെറ്റേഴ്സ് എഴുതി വെക്കും, പക്ഷെ സെക്ഷൽ റിലേഷൻ ഉണ്ടെന്ന് പ്രൂഫില്ല. കോർട്ട് പറഞ്ഞു ലവ് ലെറ്റേഴ്സ് മാത്രം അഡൾട്ടറി പ്രൂവ് ചെയ്യാൻ മതിയായ എവിഡൻസ് അല്ല, അതുകൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു. ഇതാണ് രണ്ട് കേസുകൾ. ഇനി ഒരു കൺക്ലൂഡായിട്ട് പറയുകയാണെങ്കിൽ അഡൾട്ടറി സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് ഐ പ്രകാരം അഡൾട്ടറി ഡിവോഴ്സ് ഗ്രൗണ്ടാണ്. മാരേജ് കഴിഞ്ഞ സ്പൗസ് അല്ലാതെ വേറൊരാളുമായിട്ട് വോളണ്ടറി ഇൻ്റർസെക്ഷൻ ചെയ്യുന്നത് ആണ് അഡൾട്ടറി. മുൻപ് ലീവിങ്ങിൽ അഡൾട്ടറി പ്രൂവ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒരു വോളണ്ടറി ആക്ട് മാത്രം മതി ഡിവോഴ്സിന് ഫയൽ ചെയ്യാനായിട്ട്. അഡൾട്ടറി ഡയറക്റ്റ് എവിഡൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റൻസ് എവിഡൻസ് വഴി പ്രൂവ് ചെയ്യാം. ഇതാണ് അഡൾട്ടറി. ഇനി രണ്ടാമത്തെ ഇതാണ് ക്രൂവൽറ്റി. ക്രൂവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് ഐ എയിലാണ് ക്രൂവൽറ്റി ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ട്. രണ്ടാമത്തെ ഗ്രൗണ്ടാണ് ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് ഐ എ പ്രകാരം ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടായിരുന്നു. ക്രൂവൽറ്റി എന്ന ഭർത്താവിനെയോ ഭാര്യനെയോ ഫിസിക്കലായിട്ട് മെൻ്റലായിട്ടും വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നതാണ്. ക്രൂവൽറ്റി രണ്ട് ടൈപ്പാണ്, ഫിസിക്കൽ ക്രൂവൽറ്റിയും മെൻ്റൽ ക്രൂവൽറ്റിയും. ലോ പറയുന്നത് മാരേജ് കഴിഞ്ഞ ഒരു സ്പൗസ് മറ്റേ സ്പൗസിനെ ക്രൂവൽറ്റിയോടെ ട്രീറ്റ് ചെയ്താൽ ഡിവോഴ്സ് ചോദിക്കാമെന്നാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ 1976 അമെൻമെൻറ്റ്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ 1976 ക്രൂവൽറ്റി ജുഡീഷ്യൽ സെപ്പറേഷനുള്ള ഗ്രൗണ്ട് മാത്രമായിരുന്നു, ഡിവോഴ്സ് കിട്ടില്ലായിരുന്നു. 1976 ശേഷം മാരേജ് ലോ അമെൻമെൻറ്റ് ആക്ട് 1976 വഴി, അതായത് മാരേജ് ലോ അമെൻമെൻറ്റ് ആക്ട് 1976 വഴി ക്രൂവൽറ്റി സെക്ഷൻ 13 1 ക്ലോസ് 1 ക്ലോസ് ഐ എ പ്രകാരം ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടായി. അപ്പോൾ 1976 ശേഷം മാരേജ് ലോസ് അമെൻമെൻറ്റ് ആക്ട് ആണ്. അതുവഴി 1976 വഴി ക്രൂവൽറ്റി ഒരു ഗ്രൗണ്ടായിട്ട് മാറി ഡിവോഴ്സിനുള്ള.
ടൈപ്സ് ഓഫ് ക്രൂവൽറ്റി, ഫിസിക്കൽ ക്രൂവൽറ്റി. ഫസ്റ്റ് തന്നെ ഫിസിക്കൽ ക്രൂവൽറ്റി ഉണ്ട്, മെൻ്റൽ ക്രൂവൽറ്റി ഉണ്ട്. ഫസ്റ്റ് തന്നെ ഫിസിക്കൽ ക്രൂവൽറ്റി. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്രൂവൽറ്റി എന്നാൽ സ്പൗസിൻ്റെ ഹെൽത്ത്, ലൈഫ്, ബോഡി അപകടത്തിലാക്കുന്ന ഫിസിക്കൽ വയലൻസ് ആണ്. എക്സാമ്പിൾ അടിക്കുക, ബീറ്റിങ്, സീരിയസ് ആയിട്ടുള്ള വയലൻസ്, ഇഞ്ചറീസ് ഉണ്ടാക്കുക, ഇതൊക്കെ ഫിസിക്കലായിട്ടുള്ള ക്രൂവൽറ്റിയാണ്. അടുത്താണ് മെൻ്റൽ ക്രൂവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസിന് വലിയ മെൻ്റൽ പെയിൻ അല്ലെങ്കിൽ ഇമോഷണൽ സഫറിങ് ഉണ്ടാക്കുന്നതാണ്. ഇത് ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കോർട്ട് കേസിൻ്റെ ഫാക്റ്റും സർക്കംസ്റ്റൻസസും നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ സൂയിസൈഡ് ചെയ്യുന്ന പറയാ, പിന്നെ ഫോൾസ് അലിഗേഷൻസ്, ഹ്യൂമിലേഷൻ, പിന്നെ റീസൺ ഇല്ലാതെ സെക്ഷൻ ഇൻ്റർകോഴ്സ് റെഫ്യൂസ് ചെയ്യുക, സീരിയസ് മെൻ്റൽ ഹരാസ്മെൻറ്റ്, ഇതൊക്കെയാണ്. ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് നമുക്ക് നോക്കാം. ഞാൻ അടിയിൽ ഇങ്ങനെ ചുരുക്കി കൊടുത്തുതരാം, അപ്പോൾ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദസ്താനി വേഴ്സസ് ദസ്തേൻ, അതായത് ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ സൂയിസൈഡ് ചെയ്യുമെന്നും വീട് കത്തിക്കുമെന്നും ഹസ്ബൻഡിനെ ജോബ് നഷ്ടപ്പെടുത്തുമെന്നും പിന്നെ ന്യൂസ് പേപ്പറിൽ അപകീർത്തി ഉണ്ടാക്കുമെന്നും ത്രെഡ് ചെയ്തു. ഹസ്ബൻഡിനെ പാരൻസിനെ അബ്യൂസും ചെയ്തു. അപ്പോൾ കോർട്ട് പറഞ്ഞു സേഫ്റ്റി, മെൻ്റൽ ഹാപ്പിനെസ്, റെപ്യൂട്ടേഷൻ, ഇത് ഹസ്ബൻഡിൻ്റെ സേഫ്റ്റി, മെൻ്റൽ ഹാപ്പിനെസ്, റെപ്യൂട്ടേഷനൊക്കെ എല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പോൾ കോർട്ട് ഇത് മെൻ്റൽ ക്രൂവൽറ്റി ആണെന്ന് പറഞ്ഞു, ഡിവോഴ്സ് അലോ ചെയ്തു. രണ്ടാമത്തെ കേസാണ് ശ്രീകാന്ത് വേഴ്സസ് അനുരാധ. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറഞ്ഞ വൈഫ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കോർട്ട് കണ്ടെത്തിയത് വൈഫിന് പ്രശ്നമൊന്നുമില്ല, മാരേജ് കൺസ്യൂമേറ്റ് ആക്കിയിരുന്നത് ഹസ്ബൻഡിൻ്റെ ഇൻകപ്പാസിറ്റി കാരണമാണെന്നാണ് പറഞ്ഞത്. പിന്നെ വൈഫ് ക്രൂവൽറ്റിയും ഡിസേർഷനും ഗ്രൗണ്ടാക്കി ഡിവോഴ്സ് ചോദിച്ചു. അപ്പോൾ കോർട്ട് പറഞ്ഞു മാരേജ് കൺസ്യൂമേറ്റ് ചെയ്യാത്തതിനും വൈഫിനെ ഫോൾസായി ഇമ്പോർട്ടൻ്റ് അക്യൂസ് ചെയ്തതിനും ക്രൂവൽറ്റിയാണ് ഭാര്യയ്ക്ക് ഡിവോഴ്സ് നൽകി. അടുത്താണ് വിദ്യ വിശ്വനാഥ് വേഴ്സസ് കാർത്തിക് ബാലകൃഷ്ണൻ. അതായത് ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ സെക്ഷൽ ഇൻ്റർകോഴ്സ് റെഡി ആയിരുന്നില്ല എന്നായിരുന്നു ഫാക്റ്റ്. കോർട്ട് പറഞ്ഞു റീസൺ ഇല്ലാതെ സെക്ഷൽ ഇൻ്റർകോഴ്സ് റെഫ്യൂസ് ചെയ്യുന്നത് മെൻ്റൽ ക്രൂവൽറ്റി ആണ്, ഹസ്ബൻഡിന് ഡിവോഴ്സ് നൽകി. പിന്നെയാണ് സുരേഷ് കുമാർ ഗൾട്ടി വേഴ്സസ് സുമൻ ഗൾട്ടി. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഇപ്പോഴും വഴക്കുണ്ടാക്കി ഫാമിലി മെമ്പേഴ്സുമായി വഴക്കിട്ട് ഹസ്ബൻഡ് പല പ്രാവശ്യമായിട്ട് വീട് മാറ്റി അവസാനം ഭാര്യ വീട്ടിൽ പോയി. അപ്പോൾ കോർട്ട് പറഞ്ഞു ക്രൂവൽറ്റി ആകണമെങ്കിൽ ഫ്യൂച്ചറിൽ ബോഡി, മൈൻഡ്, ഹെൽത്ത് ഇവയ്ക്കൊക്കെ സീരിയസ് ഇഞ്ചറി ഉണ്ടാകണമെന്നും റീസണബിൾ ഫിയർ ഉണ്ടാകണമെന്നും പറഞ്ഞു. ഇവിടെ അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഡിവോഴ്സ് റെഫ്യൂസ് ചെയ്തു. അപ്പോൾ അടുത്ത കേസാണ് കല്യാണി ഡാഷ് വേഴ്സസ് ഹിമാൻഷു ശേഖർ പാണ്ഡ. ഇതിലെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യ റീസൺ ഇല്ലാതെ മാരേജ് കൺസ്യൂമേറ്റ് ചെയ്യാൻ കോപ്പറേറ്റ് ചെയ്തില്ല. അപ്പോൾ കോർട്ട് പറഞ്ഞു ഇത് മെൻ്റൽ ക്രൂവൽറ്റി ആണ്, ഹസ്ബൻഡിന് ഡിവോഴ്സ് നൽകി. പിന്നെ സദാനു ശ്രീവസ്തവ വേഴ്സസ് അരവിന്ദ് കുമാർ ശ്രീവസ്തവ കേസ്. അതിൽ ഫാക്റ്റാണ് ഭാര്യ ഹസ്ബൻഡിനെ അഗെയിൻസ്റ്റ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്നും ഫോൾസ് അലിഗേഷൻ ഉന്നയിച്ചു. അപ്പോൾ പ്രൂഫൊന്നും ഉണ്ടായിരുന്നില്ല. കോർട്ട് പറഞ്ഞു പ്രൂഫില്ലാതെ അഡൾട്ടറി അക്യൂസ് ചെയ്യുന്നതിന് മെൻ്റൽ ക്രൂവൽറ്റി ആണ്, ഹസ്ബൻഡിന് ഡിവോഴ്സ് നൽകി. അപ്പോൾ ഈ കേസുകളൊക്കെ നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ 3 മാർക്സിന് ചോദിക്കാം, 3 മാർക്സ് നമുക്ക് എഴുതാം, പിന്നെ 15 മാർക്സിനും എഴുതാം. ഇത് ഇമ്പോർട്ടൻറ്റ് കേസുകളൊക്കെയാണ്. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയാണ് സെക്ഷൻ 13 ക്ലോസ് 1 ക്ലോസ് IA ആണ് ക്രൂവൽറ്റിയുടെ സെക്ഷൻ. ബിഫോർ 176 ആണെങ്കിൽ ക്രൂവൽറ്റി ഗ്രൗണ്ട് മാത്രമായിരുന്നു, ജുഡീഷ്യൽ സെപ്പറേഷൻ അല്ലായിരുന്നു. ആഫ്റ്റർ 1976 അത് ഗ്രൗണ്ടും ഡിവോഴ്സായിട്ട് മാറിയത്. ക്രൂവൽറ്റി ഫിസിക്കലാവാം, മെൻ്റലാവാം, ഇൻറ്റൻഷ്യലി ആവാം, അൺഇൻറ്റൻഷ്യലി ആവാം. പിന്നെ മെൻ്റൽ ക്രൂവൽറ്റി ഡിസൈഡ് ചെയ്യുന്നത് ഫാക്ട്സും സർക്കംസ്റ്റൻസും വെച്ചിട്ടാണ്. ഫോൾസ് അലിഗേഷൻസ്, സൂയിസൈഡ് ത്രെഡ്സ്, റീസൺ ഇല്ലാതെ കൺസ്യൂമേഷൻ, സെക്ഷൽ ഇൻ്റർകോഴ്സ് റെഫ്യൂസ് ചെയ്യുക, സീരിയസ് മെൻ്റൽ ഹറാസ്മെൻറ്റ്, ഇവയൊക്കെ മെൻ്റൽ ക്രൂവൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു.